ഇൻഷാ അല്ലാഹ് വരും. പുതിയ മതത്തിന്റെ പ്രതീകങ്ങളായിട്ട് ഒക്കെ രംഗത്ത് വരും. അതൊക്കെ എവിടെങ്കിലും കച്ചവടക്കാർ വിൽക്കേണ്ട ഈ സാലിഹ് നബിന്റെ ഒട്ടകമാണ്, ഒട്ടകത്തിന്റെ പിന്നെ എല്ലാം, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അസ്ഹാബുൽ കഹ്ഫിന്റെ പട്ടിയുടെ തലയോടാണ്, അല്ലെങ്കിൽ പിന്നെ ഇബ്രാഹിം പിന്നെ സുലൈമാൻ നബിന്റെ പക്ഷിയുടെ ചിറകിന്റെ തൂവലിന്റെ ഭാഗമാണ്. ഇതൊക്കെ പറഞ്ഞ് സമൂഹം വരാതിരിക്കില്ല, അടുത്ത കാലത്ത് തന്നെ വരും. ആ സന്ദർഭത്തെല്ലാം ഈ സമൂഹത്തിന് അള്ളാഹുവിന്റേതായ തനി പറഞ്ഞു കൊടുക്കാൻ ആരെ കൊണ്ടേ പറ്റുള്ളൂ? മുവഹിദുകളെ കൊണ്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ മുവഹിദുകൾ നിലനിൽക്കാൻ പാടില്ല. മുവഹിദുകളുടെ വിഷയത്തിന്റെ ഇടയിലേക്ക് ജിന്നുകളും മലക്കുകളും കടന്നു വരണം എന്നത് ജൂതന്മാർ ആവശ്യമാണ്. എങ്കിലേ വിഷയം മാറുള്ളൂ. വിഷയം മാറ്റുക എന്നുള്ളത് ജൂതന്മാരെ പോളിസിയാണ്. അള്ളാഹുവിൽ നിന്ന് വിഷയം മാറുക, അള്ളാഹുവിൽ നിന്ന് വിഷയം മാറുക. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, അല്ലാഹുവേ സ്വല്ലി സ്വലാത്തൻ കാമില, പൂർണ്ണമായ സ്വലാത്ത് നീ ചൊല്ലണം. വസല്ലിം സലാമൻ താമ്മ, പരിപൂർണമായ സലാമും നീ ചൊല്ലണം. അലാ സയ്യിദിന മുഹമ്മദ്, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിന്റെ മേൽ. അല്ലദീ, എങ്കത്തെ മുഹമ്മദ് നബി. തൻഹല്ലു ബിഹി, ആ മുഹമ്മദിനെ കൊണ്ടാണ് മാറിക്കിട്ടുന്നത്. അല്ലുഖദു, അടങ്ങേറുകൾ, കുടുക്കുകൾ നീങ്ങിക്കിട്ടുന്ന മുഹമ്മദ് നബിനെ കൊണ്ടാണ്. വതൻഫരിജു ബിഹി, ആ മുഹമ്മദിനെ കൊണ്ടാണ് മാറിക്കിട്ടുന്നത്. അൽ ഖുറബു, ബുദ്ധിമുട്ടുകൾ, അടങ്ങേറുകൾ. വതൻഹല്ലു ബിഹി ലഖദു വതൻഫരിജു ബിൽ ഖുറബു വതുഖലാ ബിഹി, ആ മുഹമ്മദിനെ കൊണ്ടാണ് വീട്ടപ്പെടുന്നത്, നിറവേറ്റപ്പെടുന്നത്. അൽ ഹവായിജു, ആവശ്യങ്ങൾ. വതുഖലാ ബിഹിൽ ഹവായ് വതുനാലു ബിഹി, ആ മുഹമ്മദ് മുസ്തഫാനെ കൊണ്ടാണ് ലഭ്യമാകുന്നത് റഗായിബ്, ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ. വതുനാലു ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിമി, അവസാനം രക്ഷപ്പെടുന്നതും ആ മുഹമ്മദ് നബിനെ കൊണ്ടാണ്. വയുസ്തസ്ഖൽ ഗമാം, മേഘത്തിൽ നിന്ന് മഴ പെയ്യുന്നതും ആ മുഹമ്മദ് നബിനെ കൊണ്ടാണ്. എവിടെ എത്തി മുസ്ലിം? എവിടെ എത്തി സമൂഹം എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഏതോ ഷിയ ശേഖ് ഉണ്ടാക്കിയ സലാത്തിന് വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ട ഗതികൾ നമുക്കുണ്ടാവാൻ പാടുണ്ടോ? നാം മാക്കാറും അടിസ്ഥാനപരമായി സ്ഥാപിക്കുന്നവരല്ലേ? സംശയാസ്പദമായ സകലതിനെയും പുറംകാലം കൊണ്ട് കത്തേണ്ടവരല്ലേ? എവിടത്തേക്കാണ് സമൂഹത്തിന്റെ പോക്ക്? വ്യാഖ്യാനിച്ചാൽ എവിടെയാണ് എത്തുക? ഭൗതികതയും അഭൗതികതയും വ്യാഖ്യാനിച്ച് ജിന്നുമ്മമാർക്കും ജിന്നുപ്പമാർക്കും പുതിയ ജീവൻ വന്നില്ലേ നമ്മുടെ കേരളത്തിൽ? വന്നില്ലേ സുഹൃത്തുക്കളെ? കാസർകോട്ടെ ജിന്നൗക്രാജിക്കും കോഴിക്കോട്ടെ ജിന്നു സൂറാബിക്കും അറിയായിരിക്കും. കോഴിക്കോട് ടൗണുകാർക്ക് ജിന്നു സൂറാബിനെ പരിചയമുണ്ടാവും, ചോദിച്ചു നോക്കിയാൽ മതി കോഴിക്കോട്ടുകാരോട്. അതേപോലെ തന്നെ മാഹിയിലെ തലശ്ശേരി ഉസ്സമൊട്ടൊക്കെ ജിന്നു ഖദീജാബിക്കും മാർക്കറ്റ് വന്നില്ലേ? ഒരു കാലഘട്ടത്തിൽ ജിന്നുമ്മമാരടുത്തല്ലേ നാം കാര്യങ്ങൾ അറിയാൻ പോകാറ്? ജിന്നുപ്പമാരടുത്തല്ലേ കാര്യങ്ങൾ അറിയാൻ പോകാറ്? മലബാറിലുള്ള മുസ്ലിമീങ്ങൾ രാവിലെ ഒരു ആട് ചത്തു, ഉച്ചക്കൊരു കോഴിയും ചത്തു, വൈകുന്നേരം ജിന്നു സൂറാബിന്റെ അടുത്ത് പോയിട്ടല്ലേ രാവിലെ ആടും ചത്തു തങ്ങളെ, ഉച്ചക്ക് കോഴിയും ചത്തു, എന്താ പ്രശ്നം? ജിന്നു സൂറാബി പറയും എന്തോ പ്രശ്നമുണ്ട്, ഇച്ചിരി ജോലികളൊക്കെ ചെയ്തു നിൽക്കണമെന്ന്. എവിടെ പോയി? അല്ലദീ യുഹ്യീ വയുമീതു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ യുഹ്യീ വയുമീത്. മരണവും അല്ലാഹുവിന്റെ കയ്യിൽ, ജീവിതം അല്ലാഹുവിന്റെ കയ്യിൽ. ഖലഖൽ മൗത വൽ ഹയാ, രാവിലെ കോഴി ചത്തത് അല്ലാഹുവിന്റെ ഇടപെടൽ, വൈകുന്നേരം ആട് ചത്തത് അല്ലാഹുവിന്റെ ഇടപെടൽ. അല്ലാഹു അല്ലാത്തൊരു വസ്തുവിന് ഇടപെടലില്ല, അല്ലാഹു അല്ലാത്തൊരു വ്യക്തിക്ക് ഇതിൽ ഇടപെടലില്ല, അല്ലാഹു അല്ലാത്തൊരു ജിന്നിന് ഇടപെടലില്ല, അല്ലാഹു അല്ലാത്തൊരു ശൈത്താൻ ഇടപെടലില്ല. കാരണം മൗത്തും ഹയാത്തും അല്ലാഹുവിന്റെ സംവിധാനമാണ്, അത് അല്ലാഹുവിന് മാത്രമുള്ളതാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതല്ലേ നാം സമൂഹത്തോട് പറഞ്ഞു കൊടുത്തത്? ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഏതോ ഒരു ഷിയ ശൈഖ് റസൂലുള്ളാഹി തങ്ങളെ പ്രതീകമാക്കാൻ അനുയായികൾക്ക് പഠിപ്പിച്ച സ്വലാത്ത്, അല്ലാഹു സ്വല്ലി അലാ മുഹമ്മദ് എന്ന അഷ്റഫുൽ പഠിപ്പിച്ച സ്വലാത്തിന് പകരം കൊണ്ടുവന്നപ്പോൾ അതിനെ പാടെ തള്ളുക എന്നല്ല ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്വം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ അത്തങ്ങൾ വന്നു, തങ്ങൾക്ക് ഖുർആൻ ഇറങ്ങി, അഖുർആൻ സുന്നത്തായി, അസുന്നത്തനുസരിച്ച് ജീവിച്ചു, അഞ്ചീവിതം അല്ല കബൂലാക്കി, അക്കബൂലിയത്ത് കൊണ്ട് ആകാശത്തും നമ്മൾ എല്ലാം വ്യാഖ്യാനിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച് ശരിയാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലല്ലോ. നമുക്ക് അഷ്റഫുൽ ഖൽഖിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വമല്ലേ ഉള്ളൂ. ഏതോ ഷിയ ശൈഖിന്റെ പല്ലവികൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എഴുത്തും സുഹൃത്തുക്കളുടെ കാര്യങ്ങൾ എന്താണ്? കുഴപ്പം എന്താ? കുഴപ്പം എന്താ? ഇർത്തക്കുത്തൽ നേർക്ക് നേരെ നബി തങ്ങളോട് പൊറുക്കലിനെ തേടലുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. എന്താ അർത്ഥം? ഇർത്തക്കബത്തു അലൽ ഖത്താ ഗൈറ ഹസ്നിൻ വഅദദ് ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഇർത്തക്കബത്തു അലൽ ഖത്താ, ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി. ഗൈറ ഹസ്നിൻ വഅദദ്, എണ്ണും അറ്റും ഇല്ലാത്ത പാപങ്ങൾ.
ലക അഷ്കു, നിങ്ങളോട് ഞാൻ പരാതി പറയുന്ന നബിയെ. സാസയ്യിദി ഖൈറുൻ നബി. പൊറുക്കലിനെ തന്നതിന് അർത്ഥമില്ലല്ലോ, മാപ്പാക്കി തന്നതിന് അർത്ഥമില്ലല്ലോ. ശിക്കുവ എന്നല്ലേ ഉള്ളൂ. ശിക്കുവ ഏതെല്ലാം രീതിയിൽ വ്യാഖ്യാനിക്കാം? ഒരു പ്രേമവാചനത്തിന്റെ വാക്കായിട്ട് വ്യാഖ്യാനിച്ചൂടെ? ഗൾഫിലുള്ള നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് കഞ്ഞിയും കാച്ചി കുടിച്ച് ടെറസിന്റെ മേലെ പോയി ഇരിക്കുക, മൊബൈൽ ഫോൺ എടുത്തിട്ട്. റേഞ്ച് കിട്ടുന്നില്ല, ഭാര്യ ഉറക്കത്തില്ല. ഇവിടെ 10 മണിയാകുമ്പോൾ 11 മണിയായിട്ടുണ്ടാവില്ലേ? ഇങ്ങനെ ഇവന്റെ ഈ ആകാശം നോക്കിയിട്ട് പറയാം, ഈ മുക്കുൽസൂ നീ സുഖമായിട്ട് ഉറങ്ങാൻ, ഞാനിവിടെ വെയിലും കൊണ്ട് ചൂടും കൊണ്ട് കഷ്ടപ്പെടുക. ഇവൻ പറയുന്ന വാക്ക് ഭാര്യ കേൾക്കോ? ഇവൻ ആരോടെ പറയുന്നത്? ഇവന്റെ മനസ്സിന്റെ വികാരങ്ങൾ സാങ്കല്പിക ലോകത്ത് വിട്ടുകൊടുക്കുകയാണ്. ഭാര്യ കേൾക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഉണ്ടോ? ഭാര്യയിൽ നിന്ന് മറുപടി കിട്ടണമെന്ന് നിർബന്ധമില്ല എനിക്ക്. ആ രീതിയിലാണ് അവന്റെ വാക്ക്. ആ രീതിയിലൊരു സാങ്കല്പിക ലോകത്തുള്ളൊരു കവിയുടെ വാക്യായിട്ട് മാത്രം വ്യാഖ്യാനിച്ചാൽ പോരെ. അതിനെന്താണ് നമ്മൾ ശിർക്കിന് വ്യാഖ്യാനിച്ചത്? അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം പുനർജീവിക്കുമല്ലോ, പിന്നെ നമ്മളൊന്നും ആവശ്യമില്ലല്ലോ. സംശയമുള്ളതിനെ വിടുക, സംശയമില്ലാത്തത് ഉറക്കെ പഠിക്കുക. ഇവിടെ സാങ്കല്പിക ലോകമല്ല നമ്മുടെ മുമ്പിൽ. കാരണം എന്താ? അഖീദന്റെ വിഷയമാണ് മുമ്പിലുള്ളത്. മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളാണ്. മഹാകവി ഗാലിബോ അല്ലെങ്കിൽ മൊയിൻകുട്ടി വൈദ്യരോ അല്ലെങ്കിൽ അതുപോലെയുള്ളവരല്ല മുമ്പിലുള്ളത് മുഹമ്മദ് റസൂലുള്ളാഹിയാ. മുഹമ്മദ് റസൂലുള്ളാഹിയായിട്ട് ബന്ധപ്പെട്ട വിഷയം അഖീദയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ എന്നല്ലാതെ കാവ്യ ലോകത്തിറക്കേണ്ടതല്ല, ഭാവനാ ലോകത്തിറക്കേണ്ടതല്ല. അത് മുഹമ്മദ് റസൂലുള്ളാഹിയായിട്ട് പറ്റൂല. കാരണം മുഹമ്മദ് അള്ളാന്റെ റസൂൽ എന്ന് ഷഹാദത്ത് പറഞ്ഞവരാണ് നമ്മൾ. അതേ അവസരത്തിൽ മൊയിൻകുട്ടി വൈദ്യരോ കുമാരനാശാനോ മഹാകവി ഗാലിബോ നമ്മൾ ഷഹാദത്ത് പറഞ്ഞവരല്ല. അവർ ഭാവനാ ലോകത്തുള്ളവരാണ്, സാങ്കല്പിക ലോകത്തുള്ളവരാണ്. ചിലപ്പോൾ ഷൈത്താൻ പറയുന്ന വാക്കും അവർ പറഞ്ഞെന്ന് വരും. മുഹമ്മദ് മുസ്തഫാന്റെ വാക്കൊന്നും വരാൻ പാടില്ല.